കുഞ്ഞു മനസ്സിലെ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹം സഫലീകരിക്കുന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും എന്റെ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാ യൂട്യൂബേഴ്സും പറയുന്നത് പോലെ ഞാനും പറയാണ്, നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. അപ്പൊ എങ്ങനെയാ, ചെയ്യൂലേ? നമ്മൾ ഇന്ന് പോകുന്നത് ഹൈലൈറ്റ് മാളിലേക്കാണ്. കോഴിക്കോടുള്ള ഹൈലൈറ്റ് മാളിലാണ് പോകുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറിയതാണ് കേട്ടോ. അവിടെ ചെന്നപ്പോഴുണ്ടല്ലോ, വീഡിയോ എടുക്കാൻ നേരത്ത് ക്ലാരിറ്റി ഇല്ല. ഞാൻ എന്തൊക്കെയോ ഫോണിൽ സെറ്റിങ്സ് മാറ്റി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സീനാണ് കേട്ടോ. രാവിലെ ആയതുകൊണ്ട് തന്നെ യാമിക്കുട്ടിക്ക് ഭയങ്കര ടയേർഡായിരുന്നു. ഉറക്ക ക്ഷീണം മാറിയിട്ടില്ല. കുഞ്ഞുവാവയാണെങ്കിൽ സുഖമായിട്ട് തൊട്ടിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഫുഡ് വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡ് വന്നു. രാവിലെയുള്ള ട്രാവലിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണ്. വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാകും, പ്രത്യേകിച്ച് എനിക്ക്. യാമിക്കുട്ടിക്കും ട്രാവൽ ചെയ്യുന്ന സമയത്ത് മോഷൻ സിക്നസ് ഉള്ളത് കൊണ്ട് ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിട്ടാണ് ഇരിക്കുന്നത്. അധികം ഫുഡൊന്നും കഴിച്ചില്ല രാവിലെ തന്നെ ആയതുകൊണ്ട്. അങ്ങനെ ഹൈലൈറ്റ് മാളിൽ എത്തിയിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുഞ്ഞുവാവയ്ക്ക് കുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും കൂടെ ഒരു ബാഗിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. കാറിൽ കയറി 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ആ ബാഗ് വീട്ടിൽ നിന്ന് എടുത്തിട്ടില്ല. ആ ബാഗ് സേഫായിട്ട് വീട്ടിലിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് കുഞ്ഞുവാവയ്ക്ക് കുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടേന്ന് കരുതിയിട്ട് ഫസ്റ്റ് തന്നെ ഹൈലൈറ്റ് മാളിലെ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് കുറച്ച് ഫ്രൂട്ട്സും കുറുക്ക് പൗഡറും ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കുന്ന കുറുക്ക് പൗഡറും ഒക്കെ മേടിച്ചിട്ടോ. ഇനി ഞാനൊരു കുഞ്ഞു കഥ പറയാം. എന്താണെന്ന് വെച്ചാലേ, നമ്മുടെ യാമിക്കുട്ടിക്ക് അവൾ കാണുന്ന കാർട്ടൂൺസിലൊക്കെ ഒരുപാട് മഞ്ഞിൽ കളിക്കുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ടേ. അപ്പൊ ഈ സ്നോയിൽ കളിക്കുന്ന വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇവൾക്ക് ഭയങ്കര ആഗ്രഹമാണ് സ്നോയിൽ കളിക്കണമെന്ന്. അപ്പൊ നമ്മളെ കൊണ്ട് ഇപ്പം എന്തായാലും കുളുമണാലിയിലൊന്നും കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. ഇടയ്ക്കിടയ്ക്ക് അവൾ വന്ന് പറയൂട്ടോ, നമ്മൾ എന്നാ പോവാ, നമ്മൾ എന്നാ മഞ്ഞിൽ കളിക്കാൻ പോവാന്നാണ് ചോദിക്കുക. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഹൈലൈറ്റ് മാളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. അങ്ങനെ അവളുടെ ഒരു ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് തന്നെ എൻട്രൻസ് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഞാനും അവളും കൂടെയാണ് കയറിയത്. കാരണം കുഞ്ഞു വാവയെ കയറ്റാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. 1 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഇതിനകത്തേക്ക് അലൗഡ് അല്ല. അതുകൊണ്ട് മനുവേട്ടനും കുഞ്ഞുവാവയും കൂടെ പുറത്തിരുന്നു കേട്ടോ. ഞങ്ങൾ ജാക്കറ്റും ബൂട്ട്സും സോക്സൊക്കെ ഇട്ടിട്ട് നേരെ ഇതിനകത്ത് കയറിയ ഉടനെ മഞ്ഞൊക്കെ കണ്ടപ്പോഴത്തേക്ക് ആകെ സർപ്രൈസ് ആയി പോയേ. അപ്പോഴത്തേക്ക് അവൾ നമുക്ക് വാരി കളിക്കല്ലേ, അമ്മേനെ ഞാൻ വാരി എറിയട്ടെ എന്നൊക്കെ ചോദിച്ച് ബോൾ ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ മഞ്ഞിനെ കൊണ്ട്. അവൾക്ക് എന്തായാലും ഭയങ്കര സന്തോഷമായി. ആ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം നമ്മൾ അതിന് വേണ്ടിയിട്ടാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. ഇതെല്ലാം അവർ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതാണെങ്കിലും കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അത് അവിടെ വരുന്ന ഓരോ കുട്ടിയുടെയും മുഖത്തു നിന്ന് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. യാമി എന്തായാലും അതിനകത്ത് ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഓരോ റൈഡുകളിലൊക്കെ കയറി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ വേറെയും കുറേ കുട്ടികളുണ്ട്. അപ്പോൾ ഇവള് വേറെ കുട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവൾക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഉള്ള കുട്ടികളുമൊക്കെ ആയിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കുറേ കുട്ടികളായിട്ട് വരുമ്പോൾ ഇവിടെ ഭയങ്കര രസമായിരിക്കും. സ്കൂളിൽ നിന്നൊക്കെ ടൂർ വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ടിക്കറ്റ് ചാർജ് വരുന്നത് കുട്ടികൾക്ക് 500 രൂപയാണേ. ഒരാൾക്ക് 500 രൂപയാണ്. 45 മിനിറ്റ് ഒരാൾക്ക് ഇതിൽ നിൽക്കാം കേട്ടോ. കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും സെയിം ചാർജ് തന്നെയാണ് വരുന്നത്. 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കുറച്ചും കൂടെ ചാർജ് കുറവാണ് കേട്ടോ. 1 വയസ്സ് താഴെയല്ല, 1 വയസ്സുള്ള കുട്ടികൾക്ക്, കുഞ്ഞു കുട്ടികൾക്ക് റേറ്റ് കുറവാണേ. അങ്ങനെ ഞങ്ങൾ അതിൽ നിന്ന് ഇറങ്ങിയിട്ടോ. ഞങ്ങൾ 45 മിനിറ്റ് ഒന്നും നിന്നില്ലാന്നേ. കാരണം കുഞ്ഞുവാവ പുറത്തുള്ളതല്ലേ. അകത്ത് നിന്നിട്ട് എനിക്ക് തീരെ സമാധാനമില്ല. അവൾ കരയുന്നുണ്ടാവോ, മനുവേട്ടനെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടാവോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഒട്ടും സമാധാനം ഉണ്ടായിരുന്നില്ല കേട്ടോ അതിനകത്ത്. പിന്നെ യാമിക്കുട്ടിക്കാണെങ്കിലും മതി അമ്മ നമുക്ക് പോവാം എന്ന് പറഞ്ഞു ലാസ്റ്റ്. കാരണം കുറേ നേരം നിൽക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് തണുക്കാൻ തുടങ്ങുമല്ലോ. മൂക്കൊക്കെ ചുവന്ന് മൂക്കുന്നൊക്കെ വെള്ളമൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആകെ യൂസ് ചെയ്തിരിക്കുന്നത് അവർ തന്ന ജാക്കറ്റും ബൂട്ട്സും സോക്സും പിന്നെ നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സുമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ 45 മിനിറ്റ് ഈ തണുപ്പ് സഹിച്ച് നിൽക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഏറ്റവും മുകളിലുള്ള ഫ്ലോറിൽ പോയിട്ടോ. ഈ റിങ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് നമുക്ക് ആ ഫോണ്, ഒരു കുഞ്ഞു ഫോണാണ് കേട്ടോ അത് നമുക്ക് കയ്യിൽ തരും. അത് നമ്മൾ കയ്യിൽ വെച്ചിരിക്കുമ്പോൾ നമ്മുടെ ഫുഡ് ആയി കഴിയുമ്പോൾ അത് റിങ് ചെയ്യും കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ ആ ഫോണുമായിട്ട് നമ്മൾ എവിടെ നിന്നാണോ ഫുഡ് ഓർഡർ ചെയ്തത് അത് അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫുഡും വാങ്ങിച്ചിട്ട് നമുക്ക് നമ്മുടെ ടേബിളിൽ വന്നിരുന്ന് കഴിക്കാൻ പറ്റും. ഇതൊക്കെ ഏറെ ആൾക്കാർക്ക് അറിയുന്നതായിരിക്കും. അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് പറയുന്നത്. അങ്ങനെ ഈ നെയ് റോസ്റ്റ് ആർക്കാണെന്നറിയോ? യാമിക്കുട്ടിക്ക് തന്നെ. അവൾ എവിടെ
പോവുകയാണെങ്കിലും നെയ് റോസ്റ്റ് മാത്രമേ കഴിക്കുകയുള്ളൂ കേട്ടോ. മനുവേട്ടന് പിന്നെ ബിരിയാണി മേടിച്ചിട്ട് വന്നു. അതിനു മുമ്പ് എനിക്ക് ഷവർമ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ഫുഡേ പിന്നെയും കഴിച്ചിട്ടുള്ളൂ. ഞാൻ മാത്രം കുറച്ച് ഫുഡ് കഴിച്ചു. ഇവരൊക്കെ അത്യാവശ്യം നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹൈലൈറ്റ് മാളിൽ നിന്ന് നേരെ പോകുന്നത് കാപ്പാടുള്ള റെനായ് ബീച്ച് റിസോർട്ടിലാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം റെനായ് ബീച്ച് റിസോർട്ടിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ഹൈലൈറ്റ് മാളിലെ സ്നോ പാർക്കിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചാൽ മതി കേട്ടോ, ഞാൻ പറഞ്ഞു തരാവേ. സ്നോയിൽ കളിക്കാൻ ആഗ്രഹമുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൊണ്ടുപോകാമല്ലോ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാവേ. ബൈ.